ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നേക്കുന്നത്. എപ്പോഴും നമ്മൾ ഷോർട്സ് വീഡിയോസിലൂടെയാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് പോകുന്നത് എടപ്പള്ളിയിലുള്ള VLCC ബ്യൂട്ടി അക്കാദമിയിലാണ് കേട്ടോ. എൻ്റെ ഒരു കസിൻ അവിടെ നെയിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാനൊരു ആഡ് കണ്ടു. അവിടുത്തെ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു മേക്കപ്പ് ക്ലാസ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഡലിന് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു മോഡലായിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എനിക്ക് മിസ് ഔട്ടാക്കാൻ തോന്നിയില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തുള്ള പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ പോയി എടപ്പള്ളിയിലോട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ലുലുവിൽ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ അടുത്തായിട്ടാണ് കേട്ടോ ഈ അക്കാദമി വരുന്നത്. ഇതാണ് അമൃത. ഈ കുട്ടിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ VLCC സ്കൂൾ ഓഫ് ബ്യൂട്ടി അതിൻ്റെ അകത്തോട്ട് കിടക്കുവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ ഔട്ട്സൈഡർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേരും നമ്പറും എഴുതണം. പിന്നെ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എഴുതണം കേട്ടോ. അവിടുത്തെ ആ മേക്കപ്പ് ചെയ്യുന്ന പ്ലേസിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ അശ്വിനി. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫസ്റ്റ് തന്നെ സാരി ഡ്രിപ്പിങ്ങിലേക്കാണ് കേട്ടോ കടന്നത്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് നമുക്ക് സാരി ഡ്രിപ്പിങ്ങും മേക്കപ്പും ചെയ്യുന്നത്. മേക്കപ്പ് അമൃത എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. സാരി ഡ്രിപ്പിംഗ് വേറൊരു കുട്ടി, ഹെയർ വേറെ, അങ്ങനെ പലതിനും പല സെക്ഷൻ ആളുകളാണ് കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ബിഫോർ ഫോട്ടോസ് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. എങ്ങനെയാവും ആഫ്റ്റർ നമ്മുടെ രൂപമെന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ പെയ്ഡ് ഫോട്ടോഷൂട്ട്സും കൊളാബ്സൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഫസ്റ്റ് ടൈമാണ് ഒരു മേക്കപ്പ് ക്ലാസ് ഡെമോയ്ക്ക് വരുന്നത് കേട്ടോ. അവരെ എല്ലാവരും ക്യാരക്ടർ വൈസാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഹാലോവിൻ പാർട്ടി മേക്കപ്പ്, പിന്നെ ഗാന്ധാര മൂവിയിലെ മേക്കപ്പ്, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫാക്കൽറ്റി, ആംഗ്ലിൻ മാം. ഈ മാം അല്ലാതെ ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ ചെയ്ത മേക്കപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തന്നത് ആംഗ്ലിൻ മാം ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഈ അക്കാദമിയുടെ ഓണേഴ്സ് നോർത്ത് ഇന്ത്യൻസ് ആണെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് കേട്ടോ. VLCC ബ്യൂട്ടി അക്കാദമിയിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് മാത്രമല്ല നെയിൽ ആർട്ട് കോഴ്സസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഡെമോ മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഹെയർ ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. ഈ സ്റ്റുഡൻസാണ് എൻ്റെ ഹെയർ ചെയ്യുന്നത്. എൻ്റെ ഹെയറിന് തീരെ വോളിയം ഇല്ല ഫ്രണ്ട് പോർഷനിൽ. സോ അവിടെ ക്രിമ്പിംഗ് ആണ് കേട്ടോ ചെയ്തത്. ബാക്ക് സൈഡിൽ അയൺ കേൾസ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫേസും ഹെയറും സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്റ്റുഡൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിലായിരിക്കും ഇവിടുത്തെ സ്റ്റുഡൻസിന് അവർ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതൊരു എക്സാം പോലെയാണ്. പിന്നെ ഇവിടെ ഹെയർ ആക്സസറീസ് എല്ലാം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും വെക്കാൻ കിട്ടിയില്ല. പിന്നെ സാരി ഡ്രൈപ്പിങ്ങും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിരുന്നില്ല. പിന്നെ സ്റ്റുഡൻസ് അല്ലേ, അവർ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൽ കോപ്പറേറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നമ്മൾ 5:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പനമ്പിള്ളി നഗറിലുള്ള സാത്ത റെസ്റ്റോറൻറ്റിൽ വന്നു. ഞാൻ രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും ബ്രേക്ക് കിട്ടിയില്ല. അവർ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോഴും നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന കാരണം വേണ്ട പറഞ്ഞു. അങ്ങനെ നമ്മൾ സാത്തറയിൽ വന്നിട്ട് ഒരു അൽഫാമും പിന്നെ ഒരു ബ്ലാക്ക് ടീ ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഫുഡ് വരാൻ നല്ലപോലെ ഡിലേ, അതുപോലെ എൻ്റെ വിശപ്പും കൂടിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്യാൻ, വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ അൽഫാം വന്നു. ഞാനത് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. പക്ഷേ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എത്ര വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഫുഡ് കൊണ്ടുവച്ചാൽ അത് നല്ല ടേസ്റ്റാണെന്നല്ലേ പറയുക. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു ബ്ലാക്ക് ടീയിൽ എൻ്റെ വിശപ്പ് ഒതുക്കി ഞാൻ തിരിച്ചൊരു 7:30 ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.